നിരാഹാര സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാരുമായി രഹസ്യധാരണ ഉണ്ടാക്കിയെന്ന പ്രതിപക്ഷ ആരോപണങ്ങളിൽ അമർഷം രേഖപ്പെടുത്തി സോനം വാങ്ചുക്. തന്റെ സത്യസന്ധത തെളിയിക്കാൻ ഡൽഹിയിലെ കടുത്ത ചൂടിൽ 24 ദിവസം നടത്തിയ നിരാഹാരം പോരെ എന്ന് അദ്ദേഹം ചോദിച്ചു. കോൺഗ്രസ് MP ഇമ്രാൻ മസൂദിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയായാണ് അദ്ദേഹം വീഡിയോ സന്ദേശം പുറത്തുവിട്ടത്. केंद्रीय मंत्रियों के हाथों, इसीलिए मैंने मांग की कि जो हमारे अलग अलग दलों के राजनीतिक दलों के सांसद हैं वो सब जितने आ सकें आएं, और फिर हमारे छात्र नेता CJP के आएं, और लद्दाख के जो नेता लद्दाख से यहाँ आए थे वो आएं, और उन सब के उपस्थिति में मैं अनशन तोड़ूं. अगले दिन मैंने इसके लिए उम्मीद की और आए भी लोग यहाँ पर. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യത്തിലാണ് സോനം വാങ്ചുക് 26 ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചത്. സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കെതിരെ നടപടിയെടുക്കില്ലെന്നും പാർലമെന്റിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിക്കുമെന്നും സർക്കാർ നൽകിയ ഉറപ്പിന്മേലായിരുന്നു സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ഇതിന് പിന്നാലെയാണ് വാങ്ചുക്കിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത്. സോനം വാങ്ചുക്കിനെ അണ്ണാ ഹസാരെ പാർട്ട് 2 എന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് MP ഇമ്രാൻ മസൂദ് സർക്കാർ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയിൽ മറ്റ് സമരക്കാരെയും വിദ്യാർത്ഥികളെയും ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന ചോദ്യമുയർത്തി. വാങ്ചുക് സ്വന്തം നേട്ടത്തിനായി സർക്കാരുമായി ഒത്തുകളിച്ചെന്നും പ്രക്ഷോഭത്തെ ഒറ്റുകൊടുത്തെന്നുമാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം. ഈ ആരോപണങ്ങളിൽ താൻ അങ്ങേയറ്റം ദുഃഖിതനാണെന്ന് വാങ്ചുക് വ്യക്തമാക്കി. തൻ്റെ സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് വിമർശകരല്ലെന്നും തൻ്റെ പ്രവർത്തികൾ തന്നെയാണ് തൻ്റെ സത്യസന്ധതയ്ക്കുള്ള തെളിവെന്നും അദ്ദേഹം പറഞ്ഞു. പരീക്ഷണഘട്ടങ്ങളിൽ രാജ്യത്തെ സേവിച്ച തനിക്കെതിരെ രാഷ്ട്രീയ ലാഭത്തിനായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ജനങ്ങൾ കാണുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.